യൂട്യൂബ് ചാനൽ ദിസ് ഈസ് ചൈനവൻ. അപ്പം നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് വീണാത്തച്ഛനെ കാണാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് മീറ്റപ്പിന് പോകുന്ന ആരെയൊക്കെ കാണുമെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ എൻ്റെ കൂടെ കാണാൻ വാ. അപ്പം ഞങ്ങളവിടെ എത്തി. ഇനി അകത്ത് കയറിക്കാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തുള്ളൂ. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. മിനിസ്റ്റർ വീണ ജോർജൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നേ. എൻ്റെ പുറകിൽ തന്നെ അവരെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചി മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നതാണ്. ഈ ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മിനിസ്റ്റർ വീണ ജോർജിന് സമ്മാനമൊക്കെ കൊടുത്തു. എന്നോട് താങ്ക് യു പറഞ്ഞു. എന്നോട് ഇത് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാണ് കൊടുത്തത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പ്രസംഗമൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി കുറേ ഇങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞു. എനിക്ക് വലിയതായിട്ടൊന്നും മനസ്സിലായില്ല, എന്നാലും എന്തൊക്കെ മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു. അത് കഴിഞ്ഞ് മിനിസ്റ്റർ വീണ ജോർജ് അത് പൊട്ടിച്ചൊക്കെ നോക്കി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറേ ഓർഡേഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് ഇത് വാങ്ങണേ. എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നമ്പർ പിൻ ചെയ്തേക്കാവേ. കമൻറ്റിൽ പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാവേ. പിന്നെ അവരുടെ കലണ്ടർ മിനിസ്റ്റർ വീണ ജോർജിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അത് ഞങ്ങൾ പിള്ളേർ തന്നെ വരച്ച കലണ്ടറാണ്. അത് ഞങ്ങളുടെ പടമൊക്കെയാണ് ഉള്ളത്. പിന്നെ കേക്ക് മുറിച്ചു. എല്ലാവർക്കും കേക്ക് വായിലൊക്കെ വെച്ച് തന്നു വീണ ജോർജ് ആൻറ്റി. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം സമ്മാനം ഉണ്ടായിരുന്നു. ഓരോ ഡോക്ടേഴ്സിനും സമ്മാനമൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് രാത്രി പോകുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ഞാൻ ഔട്ട്രോ ഒന്നും എടുത്തില്ല. ഞാനിപ്പം മിക്ക വീഡിയോസിലും ഔട്ട്രോ ഒന്നും ഇടാറില്ല. കാരണം വെച്ചാൽ ഞാൻ മറന്നു പോവാറുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, എന്നാലേ എനിക്ക് കൂടുതൽ വ്യൂസൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കൊച്ച് പാട്ടൊക്കെ പാടി. ആ കൊച്ച് അവിടെ തന്നെ ഇരുന്ന് എഴുതിയതാണ്. ഇംഗ്ലീഷ് പാട്ടായിരുന്നു, നല്ല സൂപ്പർ പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കൊച്ചിനെയും കൂടെ പിടിച്ച് കേക്ക് മുറിച്ചത്. എനിക്കിങ്ങനെ എന്തോ ഭയങ്കര സന്തോഷമൊക്കെയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ. കുറേ പ്രാവശ്യം വീണ ജോർജ് ആൻറ്റി കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിനാണ് എനിക്കും പോകാൻ പറ്റിയത്. കേക്കൊക്കെ മുറിച്ചു. കുറേ പിള്ളേരുണ്ടായിരുന്നു. പല പല അസുഖങ്ങളുള്ള പിള്ളേരുണ്ടായിരുന്നു. SMA ഡിസ്ട്രോഫിയും അട്രോഫിയും ഉള്ള പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് 4-ാം തീയതി, ഇത് 2-ാം തീയതിത്തെ വീഡിയോ ആണ്. ഇത്രയും താമസിച്ചു, ക്ഷമിക്കുന്നു. 4-ാം തീയതി വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ വലിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ 2-3 വീഡിയോസ് ഇടാം. അത് ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും, അത്ര ലോങ് വീഡിയോ ആയിരിക്കത്തില്ല. എന്നാലും ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് ആ കേക്ക് തന്നെ എല്ലാവർക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്കിന്. നല്ല സൂപ്പർ കേക്കായിരുന്നു. വേറെ ഞാൻ കഴിച്ചെടുത്ത വീഡിയോ ആയിരുന്നു.
നല്ല സൂപ്പറായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. എനിക്ക് വിശന്നിരുന്ന കൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് സൂപ്പറായിരുന്നു. പക്ഷെ അച്ഛച്ചമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. താങ്ക് യു ഗായ്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.